ചെറിയ ദൂരം ഓടി ജയിച്ചത് കൊണ്ട് മാരത്തോൺ ഓടി ജയിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അതേ പ്രാക്ടീസുമായി ചെന്നാൽ. വേലി ചാടി പഠിച്ചത് കൊണ്ട് ഹൈ ജമ്പ് ചാടി ജയിക്കാനും കഴിഞ്ഞെന്ന് വരില്ല അതേ പ്രാക്ടീസുമായി ചെന്നാൽ. ഹായ്, എല്ലാവർക്കും എൽസ് ടോക്സിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ ബിസിനസ്സുകാരുമായൊക്കെ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും ആവർത്തിക്കപ്പെട്ട് കേട്ടിട്ടുള്ള പരാതിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സങ്കടമാണ്, ബിസിനസ്സൊക്കെ ആകെ ഡള്ളാണ്. മാത്രമല്ല, ഇപ്പം അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ജീവനക്കാരും അത്ര പോരാ. പലപ്പോഴും പലയിടങ്ങളിൽ നിന്നും ആവർത്തിക്കപ്പെട്ട് കേട്ടിട്ടുള്ള ഒരു സങ്കടമോ അല്ലെങ്കിൽ അവരുടെ പരാതിയുമാണത്. ഞങ്ങൾ അവരോട് പറയാറുണ്ട്, ബിസിനസ്സിൻ്റെ സാധ്യതകൾ അത് നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തുള്ള ചില കാരണങ്ങളാൽ ബിസിനസ് ചിലപ്പോൾ ഡള്ളായെന്ന് വരാം. പക്ഷേ നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ബിസിനസ്സിൻ്റെ സാധ്യതകൾ അതെന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സ്ഥാപനത്തിലെ ബിസിനസ് കുറവാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇതേ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളും പരിസരങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം ബിസിനസ്സിൻ്റെ അല്ല, ആ ബിസിനസ് സ്ഥാപനത്തിനുള്ളിലെ പ്രശ്നമായിരിക്കാം. അതിൽ പലപ്പോഴും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൊരു കാര്യം ജീവനക്കാരുടെ ഒരു മനോഭാവമാണ്. ജീവനക്കാരിൽ കൂലിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണമാണ് വളരെ കൂടുതൽ. ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം പലപ്പോഴും കുറഞ്ഞ അളവിലാണ് കാണാറുള്ളത്. ഈ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പലപ്പോഴും തൊഴിലുടമകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, അത്തരം സ്ഥാപനങ്ങളിലേക്ക് ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്ന സമയം അവരുടെ ഒരു ആവശ്യകത ബോധ്യപ്പെട്ട് അവരുടെ അറിവിനേക്കാൾ അവരുടെ ഒരു മനോഭാവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് മനസ്സിലാക്കി ജീവനക്കാരെ തിരഞ്ഞെടുക്കാൻ കഴിയുക. ശരിയായ രീതിയിലൊരു അവബോധം ബിസിനസ് ഉടമകൾക്കും കാണാറില്ല. തൻ്റെ സ്ഥാപനത്തിൻ്റെ സർവീസ്, പ്രോഡക്റ്റ്, അതിൻ്റെ പ്രത്യേകതകൾ, അതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ജീവനക്കാരിലും ഒരു ബിസിനസ് ഉടമയിൽ എന്നതുപോലെ തന്നെ, ബിസിനസ് ഉടമയ്ക്കുണ്ട് എന്നതുപോലെ മനസ്സിലുള്ളതുപോലെ തന്നെ ജീവനക്കാരുടെ മനസ്സിലേക്കും അത്തരം ആശയങ്ങൾ പകർന്നു കൊടുക്കാൻ കഴിയണം. അവരെ കൂടി അത്തരത്തിലൊരു ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാൻ കഴിയണം. അപ്പോഴാണ് ആ ബിസിനസ് ഉടമയുടെയും അവിടെ തൊഴിൽ ചെയ്യുന്ന ആളുകളുടെയും ലക്ഷ്യം ഒന്നായി മാറുന്നത്, അല്ലെങ്കിൽ പരിശ്രമം ഒരു ഫോക്കസ്ഡ് ആയിട്ട് മാറുന്നത്. അത്തരം ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആ സ്ഥാപനത്തിനുള്ളിൽ രൂപം കൊള്ളുന്നുവെങ്കിൽ അതൊരു എനർജി ആയിട്ട് മാറുന്നതാകും, ഒരു പോസിറ്റീവ് എനർജി. അത്തരൊരു പോസിറ്റീവ് എനർജിയെ സ്ഥാപനത്തിനുള്ളിലെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് സപ്പോർട്ടീവായി മാറുന്നുണ്ടാവും. അതേപോലെ വരുന്ന കസ്റ്റമേഴ്സ്, ഇന്ന് അനന്തമായ സാധ്യതകൾ ആ കസ്റ്റമേഴ്സിനുണ്ട് എന്നുള്ളത്, മെനി മോർ ഓപ്ഷൻ. അവർക്ക് ധാരാളം അവസരങ്ങളുണ്ട്. എങ്ങനെ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലും ഗുണത്തിലും വില നിലവാരത്തിലും ഒക്കെയുള്ള സാധനങ്ങൾ അവർക്ക് ലഭിക്കാൻ തക്ക തരത്തിൽ അവസരങ്ങൾ ധാരാളമുണ്ട് എന്നിരിക്കെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് തന്നെ അവർ വന്നെത്തുന്ന സമയം അവരൊരു വാം വെൽക്കമിങ്ങോട് കൂടി അവരെ സ്വീകരിക്കാൻ, റിസീവ് ചെയ്യുവാനും, ഒപ്പം തന്നെ അവരുടെ ആവശ്യകത എന്തെന്ന് മനസ്സിലാക്കി അതിന് തക്ക തരത്തിൽ ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് തൻ്റെ സ്ഥാപനത്തിൽ അവർക്ക് കിട്ടുന്നത് എന്ന് ഈ കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്താൻ കഴിയുക. അത് ജീവനക്കാരും മാനേജ്മെൻറ്റും ഒരേ തരത്തിൽ ആ കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യുന്നതിൽ, അവരെന്താണോ തേടി വന്നത് അതിന് അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു ഫീലിംഗ് അവർക്ക് പകർന്നു കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായും ബിസിനസ് കുറച്ചുകൂടി മെച്ചപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തൻ്റെ സ്ഥാപനത്തിലുള്ള ജീവനക്കാർ പകർന്നു കൊടുക്കുന്ന ആ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള, തൻ്റെ സ്ഥാപനത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റും, അത് പലപ്പോഴും ജീവനക്കാർക്ക് ടാർഗറ്റുകൾ ഉണ്ടാവാം. ടാർഗറ്റ് ഓറിയൻറ്റഡായി എങ്ങനെയും തൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു പരാക്രമം ജീവനക്കാരിൽ രൂപപ്പെട്ടാൽ അത് കസ്റ്റമേഴ്സിന് അസ്വസ്ഥത ഉണ്ടാക്കാനും ആ കസ്റ്റമേഴ്സിൽ ഒരു ഹൈ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെടാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതിന് പകരം എന്ത് ചെയ്യാൻ കഴിയണം? തൻ്റെ ഷോറൂമിലുള്ള സാധനങ്ങൾ എങ്ങനെയും വിറ്റഴിക്കപ്പെടുന്നതിനപ്പുറത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ആവശ്യകതയ്ക്ക് അനുസൃതമായ സപ്പോർട്ടീവാണ് ഈ സ്ഥാപനമെന്ന് ഈ കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ പലപ്പോഴും ബിസിനസ് കുറച്ചുകൂടി മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട്. സേ വാട്ട് യു ഡു വാട്ട് യു സേ. കസ്റ്റമേഴ്സിന് നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് മാത്രം നമുക്ക് അവരോട് കമ്മിറ്റ് ചെയ്യാൻ കഴിയുക. കമ്മിറ്റ് ചെയ്യുന്നത് എന്താണോ അത് ചെയ്തു കൊടുക്കാൻ കഴിയുക. ഇന്ന് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ പോലെ തന്നെ
ഒരു ആഫ്റ്റർ സർവീസ് വളരെ പ്രാധാന്യമുണ്ട്. ഈ ആഫ്റ്റർ സർവീസിനുള്ള ആക്സസ് അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത തൻ്റെ സ്ഥാപനത്തിലുണ്ട് എന്ന് ഒരു കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് വളരെ ഒരു ഫീൽ ഫ്രീ ആയി കസ്റ്റമേഴ്സിന് അവിടെ ലഭിക്കും, അല്ലെങ്കിൽ അത്തരം സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുമെന്ന് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ ആ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിൽ ബിസിനസ് കുറച്ചുകൂടി മെച്ചപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇനി വരുന്ന കസ്റ്റമേഴ്സ് പലപ്പോഴും വിദ്യാഭ്യാസമുള്ളവരാവാം, ഇനി ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരാവാം, പട്ടണ പ്രദേശങ്ങളിലുള്ളവരാവാം, സമ്പന്നരാവാം, സാധാരണക്കാരാവാം, ആരുമാവട്ടെ തൻ്റെ സ്ഥാപനത്തിലേക്ക് വരുന്ന ഏതൊരു കസ്റ്റമേഴ്സിനെയും ആ കസ്റ്റമേഴ്സ് തൻ്റെ സ്ഥാപനത്തിൽ കടന്നു വരുമ്പോൾ അത് തനിക്ക് കിട്ടിയ ഒരു അവസരമാണ്. എന്തവസരം? തൻ്റെ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ മുറുകെ പിടിച്ചുകൊണ്ടല്ല, തൻ്റെ സ്ഥാപനത്തിനോടുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ കടന്നു വരുന്ന കസ്റ്റമേഴ്സ് ആണെന്നുള്ളൊരു അവബോധത്തോടു കൂടി, ഒരു റെസ്പെക്റ്റോടു കൂടി ആ കസ്റ്റമേഴ്സിനെ സ്വീകരിക്കാൻ കഴിയണം. അതിനനുസൃതമായി അവരോട് ബിഹേവ് ചെയ്യാൻ കഴിയുന്നുണ്ടാവണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതേപോലെ കസ്റ്റമേഴ്സ് തന്നേക്കാൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനേക്കാൾ അല്ലെങ്കിൽ ജീവനക്കാരേക്കാൾ കൂടുതലായി അവർ വാങ്ങുവാൻ എത്തിയിരിക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ച്, അതിൻ്റെ ഫീച്ചറും ഫിഗറും അതിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് വൈസുള്ള അതിൻ്റെ ഡിഫറൻസും ഒക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കസ്റ്റമറാണ് വന്നിരിക്കുന്നത് എന്നൊരു അവബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനോ അവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള തരത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാലോ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള നല്ലൊരു കസ്റ്റമറിനെ നമുക്ക് നഷ്ടപ്പെടാനിടയാവും. അതിന് പകരം ജെനുവിനായി മാറുക, റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവരോട് കൺവേ ചെയ്യുക, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അവരോടുള്ള സംസാരത്തിനിടയിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡീൽ ചെയ്യപ്പെടുന്നത് എന്ന് ഒരു ബിലീഫ്, ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ കഴിയുക. ഇതൊരു ബിസിനസ്സിനെ സംബന്ധിച്ച് വളരെ പരമപ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒരു സ്ഥാപനത്തിൽ മാനേജ്മെൻറ്റിലും തൊഴിലാളികൾക്കിടയിലും സംഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ സ്ഥാപനത്തിന് ഒരു നഷ്ടത്തിൻ്റെയോ ഒരു കഷ്ടത്തിൻ്റെയോ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയില്ല, മെച്ചപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് എന്ന് മനസ്സിലാക്കി ചെറുമാറ്റങ്ങൾ പെരുമാറ്റങ്ങളിൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിലും ബിസിനസ്സിലുമൊക്കെ വരുത്താൻ കഴിയും. അങ്ങനെ ആയിത്തീരട്ടെ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും സൈനിങ് ഓഫ്, രാധാകൃഷ്ണൻ. ബി ബെറ്റർ എവരി